സംസ്ഥാനത്ത് വ്യാപക മഴ പ്രവചിച്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് വൈകിട്ടോടെ വേനൽ മഴ ലഭിച്ചു. 5 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാനസ മനോജ് ചേരുകയാണ്. മാനസ, ചൂടിനൽപ്പം ശമനമാകുന്നു. എങ്ങനെയാണ് മഴ മുന്നറിയിപ്പ്? തീർച്ചയായും അസിത, വരുന്ന ദിവസങ്ങളിലൊക്കെയും സംസ്ഥാനത്ത് വ്യാപക മഴ ലഭിക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വിവിധ ജില്ലകളിലായി മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തിരുവനന്തപുരത്ത് യെല്ലോ അലർട്ട് ഇല്ല എങ്കിൽ പോലും തിരുവനന്തപുരത്ത് ഇപ്പോൾ ഈ 4 മണിയോടുകൂടി മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് 5 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ മുന്നറിയിപ്പുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ ബുധനാഴ്ച വരെയാണ് മഞ്ഞ അലർട്ട് കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവിധ ജില്ലകളിലായി മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും 3 ജില്ലകൾ വീതമാണ് യെല്ലോ അലർട്ടുള്ളത്. നാളെ പത്തനംതിട്ട, ഇടുക്കി, വയനാടും മറ്റന്നാൾ തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലുമാണ് യെല്ലോ അലർട്ടുള്ളത്. അതോടൊപ്പം തന്നെ 14-ാം തീയതി പത്തനംതിട്ടയിലും 15-ാം തീയതി പത്തനംതിട്ട, ഇടുക്കി ജില്ലയിലും യെല്ലോ മുന്നറിയിപ്പുണ്ട്. ഈ 5 ദിവസങ്ങളിലും പത്തനംതിട്ടയിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലും മധ്യ തെക്കൻ കേരളത്തിലെ ജില്ലകളാണ് യെല്ലോ മുന്നറിയിപ്പിലുള്ളത്. അതുകൊണ്ട് തെക്കൻ കേരളത്തിലേക്ക് മഴ സജീവമാകുന്നു എന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കുന്നത്. എങ്കിൽ കൂടിയും മലബാർ മേഖലകളിലൊക്കെയും മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന സൂചനയും കാലാവസ്ഥാ വകുപ്പ് നൽകുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നല്ല അതിതീവ്രമായ ചൂടായിരുന്നു. അതിന് നേരിയത് എന്നല്ല, വളരെ വലിയ രീതിയിലുള്ള ഒരു ആശ്വാസമായാണ് വേനൽ മഴ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ കൂടിയും ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകുമ്പോഴും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. അതേസമയം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല എന്ന സൂചനയും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജില്ലാ കളക്ടർ ജില്ലയിൽ തിങ്കളാഴ്ച യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടറും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ജില്ലയിലുള്ള എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത്. മാനസ മനോജാണ് വിവരങ്ങൾ നൽകിയത്. ചൂടിന് ആശ്വാസമായി വേനൽ മഴ സംസ്ഥാനത്ത് ലഭിച്ചു തുടങ്ങി.